ഹബീബായ നബി തങ്ങളുടെ ഒരു ചെറുപ്പക്കാരനായ 17 വയസ്സ് 17 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരൻ 17 വയസ്സ്. നമ്മുടെ പ്ലസ് 2 വിദ്യാർത്ഥികൾ അല്ലേ, ഡിഗ്രിക്കൊക്കെ ചേരാനാകുന്ന സമയം ആയോ? ഡിഗ്രിക്കാവോ 17 ആകുമ്പോൾ അല്ലേ? ഏകദേശം. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് വന്ന് ചോദിക്കുന്നു, നബിയേ, ഞാൻ യുദ്ധത്തിന് വരട്ടെ അങ്ങയുടെ കൂടെ ഞാനൊന്ന് വരട്ടെ നബിയേ, അള്ളാഹുവിന് ത്യാഗം ചെയ്യാൻ ഞാനൊന്ന് വരട്ടെ. ഇല്ല സയ്യിദേ, നിങ്ങളെ കൊണ്ടുവരാൻ നേരമായിട്ടില്ല, തിരിച്ചു പോവണം, നിങ്ങളെ പറ്റില്ല, സമയമായില്ല. കരഞ്ഞു തിരിച്ചുപോയി ഉമ്മയുടെ മുമ്പിലേക്ക്. ഉമ്മ ഒരു തൻ്റെടിയായിരുന്ന ഉമ്മയാണ്. അങ്ങനത്തെ ഉമ്മാരൊക്കെ നമുക്ക് വേണ്ടത്. സീരിയൽ കണ്ടിരിക്കണം ഉമ്മാരല്ല, പഴയ വല്യന്മാരൊക്കെ പറഞ്ഞു കൊടുക്കണ അമ്പിയാക്കന്മാരുടെ കഥ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോഴത്തെ വല്യന്മാർക്ക് ഒന്നും ന്യൂ ജനറേഷൻ വല്യന്മാരാണ്, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഓൽക്കും അല്ല നമ്മുടെ സിനിമാ നടന്മാരുടെ കഥ, നല്ല സീരിയലൊക്കെ പറയാന്നല്ലാതെ അമ്പിയായിൻ്റെ കഥയൊക്കെ ഇനി പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ഒരു വിഷയമാണ്. നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഉമ്മമാർക്ക് സ്വന്തം മക്കൾക്ക് ഒരു പ്രവാചക കഥ, ഒരു ബദറിൻ്റെ ചരിത്രം, മുത്തുനബിയുടെ ചരിത്രം ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ലല്ലോ. അവർക്ക് പുതിയ പുതിയ സിനിമകളും ഇതിന് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഒന്ന് മാറ്റം വരണം. കാരണം ഇതൊക്കെ മടുത്തിട്ടാണ് പാശ്ചാത്യന്മാർ ഇസ്ലാമിലേക്ക് ഓടി വരുന്നത്. നമ്മൾ തുടങ്ങാൻ നിൽക്കുകയാണ്, അവരത് മടുത്ത് ക്ലോസ് ചെയ്തു ചാപ്റ്റർ. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടു വന്നപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, സയ്യിദ് ഇബ്നു സാബിത്തേ, നിങ്ങൾ സങ്കടപ്പെടണ്ട, അള്ളാഹുവിന്റെ റസൂലിനും ദീനിനും സേവനം ചെയ്യാൻ നിങ്ങൾക്കൊരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോനെ, നിങ്ങൾക്ക് നല്ല കയ്യെഴുത്തുണ്ടല്ലോ, ഹാൻഡ് റൈറ്റിംഗ് നല്ല മനോഹരമാണല്ലോ. നല്ല മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ്. നമ്മൾ മനസ്സിലാക്കണേ, ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഹഫ്സ ബീവി ജാഹിലിയ കാലത്ത് ഇസ്ലാമിന്റെ മുമ്പേ, ഹഫ്സ ബീവി എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, ഒരു സ്ത്രീയിൽ നിന്ന് എഴുത്ത് പഠിച്ചിരുന്നു എന്നാ. അങ്ങനെയാണ് നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി, ഏതായാലും നിങ്ങൾ അറബി എഴുതാൻ പഠിച്ചില്ലേ, ആ എഴുത്തൊന്ന് നന്നാക്കി പഠിച്ചോളൂ, ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ബ്യൂട്ടിഫുൾ ആകട്ടെ, നിങ്ങളുടെ കയ്യെഴുത്തൊന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞ് കല്യാണ ശേഷം അവരെ പഠിക്കാൻ വിട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുതിയാപ്പിളോട് ചോദിക്കും, പഠിപ്പിച്ചു കൊടുക്കുവോ? അവൾക്ക് പഠിക്കാൻ താല്പര്യം. പഠിപ്പിക്കാലോ. പിന്നെ അമ്മായി പറയും, മോനെ വീട്ടിലിപ്പോൾ ആരുമില്ല, ഓളിപ്പോൾ കോളേജ് പറഞ്ഞാൽ ഉമ്മാക്കാരാണ്. സാഹചര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പഠനം നിർത്തും. പറ്റുന്നവരെന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സുരക്ഷിതമാണെന്ന് ബോധ്യമാണെങ്കിൽ അവരെ പഠിപ്പിക്കണം എന്നാണ്. നബി തങ്ങൾ കല്യാണശേഷം ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ കയ്യെഴുത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യെഴുത്ത് നന്നാവണമെന്നും അതിലൊരു സൂചന ഉണ്ട്. അൽഹംദുലില്ലാഹ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ, മോന്റെ കയ്യെഴുത്ത് നല്ല കയ്യെഴുത്താണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന് വരുന്ന വഹി, ആകാശ ലോകത്തുനിന്ന് വരുന്ന ഖുർആൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദ്റിന്റെ രാവിലെ അല്ലാഹു ഇറക്കിയ ഈ ഗ്രന്ഥം, അത് നബി തങ്ങൾക്ക് വഹി വരുമ്പോ അത് എഴുതി വെക്കാൻ മോനെ കൊണ്ട് കഴിയുമല്ലോ. യുദ്ധത്തിന് പോവാൻ പറ്റിയെങ്കിൽ എന്താ, മോൻ നബി തങ്ങൾക്കും ദീനിനും സേവനം ചെയ്യാൻ മറ്റൊരു മാർഗം കണ്ടെത്തണം. എഴുതാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് കാതിബു വഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുമ്പോൾ അത് എഴുതുന്ന നബി തങ്ങളുടെ സ്ക്രൈബായിരുന്നു മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾക്ക് ജൂതന്മാർ കത്തയക്കും സുരിയാനി ഭാഷയില്. ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറെക്കുറെയൊക്കെ ഈ ഭാഗത്തൊക്കെ തമിഴ് പേശും തോന്നുന്നുണ്ടല്ലേ? കുറച്ചൊക്കെ നന്നായി പേശും. കന്നഡയും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും, ഉറുദും ചിലപ്പോൾ പഠിച്ചെന്ന് വരും, ഇംഗ്ലീഷ് എന്തായാലും നമ്മളെ കോളേജുകളൊക്കെ പഠിക്കുന്നുണ്ട്, അറബി ഉസ്താദുമാരും അല്ലാത്തവരും അവരും പഠിക്കുന്നുണ്ട്. ഒരു ഫോറിൻ ഭാഷ തീരെ പരിചയമില്ലാത്തത്, ഞാൻ വെറുതെ ചോദിക്കുകയാണ്, നമ്മുടെ സദസ്സിലിപ്പോൾ സ്പാനിഷ് സംസാരിക്കുന്നവരോ പഠിച്ചവരുണ്ടെങ്കിൽ കൈപ്പൊക്കിയാട്ടെ. ഒരു ഉദാഹരണം പറയാം, ഒന്നുമില്ല, വേറെ പോലെ ചൈനീസും ചോദിക്കാം, ഞാൻ സ്പാനിഷും ചോദിക്കുകയാണ്. ഇല്ല. ഫ്രഞ്ചോ? ഇല്ല. ജർമ്മൻ, ലോകപ്രശസ്തമായ വേൾഡ് ഫോറിൻ ലാംഗ്വേജസ്, വലിയ പ്രയാസമായിട്ട് തോന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ. നമുക്ക് കേൾക്കുന്നത് പഠിക്കാൻ പറ്റും, ഇടപഴക ആളുകൾ സംസാരിക്കുന്ന ഒരു പുതിയ വളരെ
ഒരു പരിചയമില്ലാത്ത ഭാഷ, സുരിയാനി ഭാഷ പഠിക്കാൻ നബി തങ്ങൾ ഏൽപ്പിക്കുന്ന ആരെന്നറിയോ? ഈ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ. ചെറുപ്പക്കാരൻ, 17 വയസ്സുള്ളൂ. തങ്ങൾ ചോദിച്ചു, സയ്യിദ് ഇബ്നു സാബിത്തേ, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താ നബിയേ? എന്ത് വേണം? നിങ്ങൾ എനിക്ക് സുരിയാനി ഭാഷ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അത് നിങ്ങൾ പഠിച്ചെടുക്കണം. കഴിയോ? ഓക്കെ നബിയെ, ഞാൻ പഠിക്കാം. എത്ര സമയമെടുത്ത് പഠിച്ചു എന്നാ കണക്കെന്നറിയോ? എത്ര സമയമെടുത്തു ആ ഒരു ഭാഷ പഠിക്കാൻ? 17 യൗം, 17 ദിവസം കൊണ്ടാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സുരിയാനി ഭാഷ മുഴുവൻ പഠിച്ചെടുത്തത്. 17 ദിവസം. സുബ്ഹാനല്ലാഹ്. 17 ദിവസം ഉണ്ടെങ്കിൽ മൈസൂർക്ക് ടൂർ പോകൂലേ? നമ്മളങ്ങനെ ആലോചിക്കുക. നമ്മളത് എങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ചിലവഴിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. 17 ദിവസം കൊണ്ട് എന്നാ ഒരു 2-3 ജുസ് ഒന്ന് മനപ്പാടാക്കി കൂടെ? അങ്ങനെ ആലോചിക്കുന്നില്ല നമ്മൾ. അവിടെയാണ് വിഷയം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ട് സന്തോഷിക്കുകയും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുകയും ചെയ്യുമായിരുന്നു. ഹബീബിന് വരുന്ന കത്തുകൾ നബിക്ക് വായിച്ചു കൊടുക്കുന്നത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവാൻ. 17 വയസ്സുള്ള സമയത്ത് നേതൃസ്ഥാനത്തേക്ക് വന്ന സ്വഹാബിയാണ് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സാണ് പ്രായം. അന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുന്നതിന്റെ മുമ്പ് റോമക്കാരുമായി നടക്കുന്ന ഒരു യുദ്ധത്തിന് സൈന്യത്തിന്റെ സൈന്യാധിപൻ 17 വയസ്സുള്ള ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കാൻ പറ്റുമോ? ആരാണ് ആ സൈന്യത്തിലുള്ളത് എന്നറിയോ? ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ കീഴെ ഉള്ളത് ആരൊക്കെയാണ്? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെയും കാര്യം അത്ഭുതമാണ്. ഉമർ തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 27 വയസ്സാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 37 വയസ്സ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നത് 16ഉം 17ഉം വയസ്സുള്ളപ്പോഴാണ്. അപ്പോ നല്ല ഗ്രേറ്റ് പൊട്ടൻഷ്യൽ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്, നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, എൻ്റെ ചെറുപ്പക്കാരോട് ഊസീകും ബിശ്ശബാബി ഖൈറാ, എൻ്റെ ചെറുപ്പക്കാരോട് നന്നായി പെരുമാറണേ. ഫഇന്നഹും അറഖു അഫ്ഇദ, അവർ ഹൃദയം ലോലമായവരാണ്. ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ ഫഹാലഫനി الشباب വഖാലഫനി الشيوخ. ഇസ്ലാമുമായി ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നത് ചെറുപ്പക്കാരാണ്. പ്രായമുള്ളവർ എനിക്കെതിരായിരുന്നതുകൊണ്ട് ചെറുപ്പക്കാരോട് നല്ല നിലക്ക് പെരുമാറണേ എന്ന് ഉമ്മത്തിന് ഉപദേശിച്ചവയാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്.